കുളിരുന്ന പുലരികളിൽ ഉണരുന്ന ഭക്തന്റെ സിരകളിൽ ഒഴുകുന്ന വ്രതപുണ്യമാ. ഓരോ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരുളുകയാ. തത്വമസി തത്വമസി തത്വമസി. സ്വാമിയേ ശരണമയ്യപ്പ. ഈ മണ്ഡലകാലത്ത് വരപ്രസാദമായി നമുക്ക് ലഭിച്ച തത്വമസി എന്ന ഈ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയായിരിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നു. അയ്യപ്പ ഭക്തന്മാരുടെ കൂട്ടുകെട്ട് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ബഹൻജിയോട് ചോദിച്ചറിയാം. സ്വാഗതം ബഹൻജി. ഓം ശാന്തി. ബഹൻജി, അയ്യപ്പ ഭക്തന്മാരുടെ കൂട്ടുകെട്ട് ആരുമായിട്ടും ഉണ്ടാകാമോ, അതോ അതിന് വല്ല ചിട്ടകളുണ്ടോ, പ്രത്യേക ചിട്ടകൾ ഇന്നവരെ ആവാവൂ എന്നുള്ള വല്ലതും? അയ്യപ്പ ഭക്തൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിലേ ഉണ്ട്. നമ്മൾ അയ്യപ്പൻ്റെ ഭക്തരാണ്. അപ്പോൾ ആ ഭക്തി നിറഞ്ഞിരിക്കുന്ന സമയത്ത്, ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമമാണ്. ആ പ്രേമം ആരോടാണ്? ഭഗവാനോട്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനോട് പ്രേമം ഉണ്ടായിരിക്കുന്ന സമയത്ത് ആ ഈശ്വര സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മനസ്സിലെ കൂട്ടുകാരനാരാണ്? ആരായിരിക്കണം? ഈശ്വരൻ തന്നെ. ഈശ്വരൻ തന്നെ. അപ്പോൾ ഒരു അയ്യപ്പ ഭക്തന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണ്, ആ പരമചൈതന്യം തന്നെയാണ്. അപ്പം അതാണ് നമ്മുടെ എല്ലാവരുടെയും സദാകാലത്തെ കൂട്ടുകെട്ട്. എല്ലായ്പ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഈശ്വരൻ മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ, ഏതൊരു മനുഷ്യനാണെങ്കിലും ഇപ്പം നമുക്ക് ഒരു ആവശ്യ സന്ദർഭത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലുള്ള വിഷമം തുറന്നു പറയണം എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിനെ ഒന്ന് ഫോൺ വിളിച്ചു, ഒരുപക്ഷെ ലൈൻ കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ വിളിച്ച സമയത്ത് ആൾ ബിസിയാണ്, അല്ലെങ്കിൽ ആൾ ജോലി തിരക്കിലാണ്. അപ്പം നമുക്ക് കിട്ടാതിരിക്കുക. മനുഷ്യ കൂട്ടുകാർ ആര് തന്നെയാണെങ്കിലും, അത് ആര് തന്നെ ആകട്ടെ, നമ്മുടെ റിലേറ്റീവ് ആകട്ടെ, ഫ്രണ്ട് ആകട്ടെ, പക്ഷെ അവരുടെ അവൈലബിലിറ്റി എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം കിട്ടണമെന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും അവൈലബിളായിട്ടുള്ള ആളാണ് ഈശ്വരൻ. അപ്പം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ സമയത്തും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തുറന്നു പറയാൻ കഴിയുന്ന, നമുക്ക് നമ്മുടെ ഹൃദയം പങ്കുവയ്ക്കാൻ കഴിയുന്ന, വിശ്വസ്തയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ സർവശക്തിവാനാണ്. അപ്പോൾ സർവശക്തിവാനാണ് നമ്മുടെ കൂട്ടുകാരൻ. ഒരു പാട്ട് തന്നെയുണ്ട്, ഭഗവാൻ ഹമാര സാഥി ഹേ പറഞ്ഞിട്ട്. ഈശ്വരനാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ബാക്കി നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യബന്ധങ്ങളുമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യർ സമൂഹ ജീവിയാണ്. എല്ലാവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവരോടൊപ്പമുള്ള ബന്ധുത്വങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്ക് കൂട്ടുകാരായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒന്നുകിൽ നമുക്ക് സമാന സ്ഥിതി, അല്ലെങ്കിൽ നമ്മളെക്കാളും ഒരു പടി ഉയർന്ന മാനസിക നിലവാരമുള്ളവർ, ജീവിതം വളരെ നിലവാരമുള്ള ഒരു ജീവിതം ജീവിക്കുന്നവർ, അർത്ഥം മൂല്യവത്തായ ഒരു ജീവിതം ആര് ജീവിക്കുന്നുണ്ടോ അവരുടെ കൂട്ടുകെട്ടായിരിക്കും അത്യുത്തമം. കാരണം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകാൻ, എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയെടുക്കാൻ, എനിക്കെൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ചയ്ക്ക്, ഉന്നതിക്ക് സഹായിക്കുന്നവരുമായിട്ട് നമ്മൾ കൂടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മാത്രമേ അവരിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മളെക്കാളും, നമ്മുടെ മാനസിക അവസ്ഥയെക്കാളും താഴ്ന്ന നിലവാരത്തിലുള്ളവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രഭാവം നമ്മളിലേക്കും വരും, നമ്മളും താഴേക്ക് തന്നെ പോകും. അതുകൊണ്ട് ഏറ്റവും അത്യുത്തമം ഉയർന്ന മൂല്യവത്തായ ജീവിതം ജീവിക്കുന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ട്. അതുകൊണ്ട് പറയാറുണ്ടല്ലോ, സത്സംഗം എന്നാ പറയാ. സത്സംഗം, സത്യമാരാണ്. സത്യം ശിവം സുന്ദരം എന്നല്ലേ പറയാം. അപ്പം പരമസത്യം സർവശക്തിവാനാണ്. അപ്പം അതാണ് ഏറ്റവും നല്ല കൂട്ടുകെട്ട്. പിന്നെ സത്സംഗം, നല്ലവരുടെ, സജ്ജനങ്ങളുടെ സംഘം. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരിലാണോ നന്മകളുള്ളത്, ആരിലാണോ സൽസ്വഭാവങ്ങളുള്ളത്,
ആരാണോ ശ്രേഷ്ഠ ജീവിതം ജീവിക്കുന്നവർ, ആരാണോ ശ്രേഷ്ഠ കർമ്മികൾ, അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണം നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് സഹായിക്കുന്ന കൂട്ടുകാരാക്കി അവരെ വേണം നമ്മൾ സ്വീകരിക്കാൻ. അതേപോലെ നല്ല പുസ്തകങ്ങൾ, അത് നല്ല കൂട്ടുകെട്ടാണ്. നമ്മുടെ ആധ്യാത്മികമായ തലം, നമ്മുടെ വിവേകം ഉയർത്തുന്ന തരത്തിലുള്ള, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഉയർത്തുന്ന തരത്തിലുള്ള നല്ല പുസ്തകങ്ങൾ, അതും വളരെ നല്ലതാണ്. അവരുടെ കൂട്ടുകെട്ടും നമ്മുടെ ജീവിതത്തിനെ വളരെ സമ്പന്നമാക്കി മാറ്റാറുണ്ട്. ബയൻജി പറഞ്ഞ ഒരു കാര്യം വളരെ പുതുമയായി തോന്നുന്നുണ്ട്. അതായത് ഇതുവരെ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നൊരു കോൺസെപ്റ്റ് ഈശ്വരൻ ഉയർന്ന് എവിടെയോ ഉള്ള ദൂരത്തുള്ളൊരു അത് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ് എന്ന് പറയുന്നത്, അത് വളരെ ഒരു പുതുമയായി തോന്നുന്നുണ്ട്. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം എങ്ങനെയാണ് നമ്മൾ തമ്മിൽ സംസാരിക്കണേ? അപ്പം സ്വാമി സംസാരിക്കണോ, ഞാൻ കേൾക്കണോ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ആശയങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിന് ലിമിറ്റേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം കാരണം നമ്മൾ രണ്ടുപേരും ഒരേപോലെ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സർവശക്തിവാൻ ഇത്രയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് എല്ലാവർക്കും, എല്ലായ്പ്പോഴും ഹൃദയം തുറക്കാൻ. ഇപ്പം നമ്മൾ തമ്മിൽ എത്ര തന്നെ സംസാരിച്ചാലും എനിക്ക് എൻ്റെ ഉള്ളു തുറന്ന എല്ലാം ഒരു പക്ഷേ സ്വാമിയോടൊപ്പം ഷെയർ ചെയ്യാൻ കഴിയണമെന്നില്ല, എല്ലാം പങ്കുവയ്ക്കാൻ കഴിയണമെന്നില്ല. അതേസമയം യാതൊരു തരത്തിലുള്ള മറയില്ലാതെ നമുക്ക് ഹൃദയം തുറക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ സർവശക്തിവാനാണ്. അതുമാത്രമല്ല നമ്മുടെ ഭാരം ഏറ്റെടുക്കാനും നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ചുമല് സർവശക്തിവാൻ്റെ ആ ചുമലിലാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുമ്പോൾ സ്വയം എല്ലാവർക്കും അവനവൻ്റെ ഭാരങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മുടെ ഭാരം കൂടെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു അഡീഷണൽ ഭാരമായിട്ടേ അവർക്ക് എടുക്കാൻ കഴിയുള്ളൂ. തിരിച്ച് നമുക്ക് സാന്ത്വനം തരാൻ അല്ലെങ്കിൽ നമ്മുടെ ഭാരത്തെ ലഘൂകരിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേര് മാത്രം. ബാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാരത്തെ സദാ സ്വീകരിക്കാൻ സദാ തയ്യാറായിട്ടുള്ള ആൾ ഒരേ ഒരു സർവശക്തിവാനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വരനെ നമുക്ക് ഏറ്റവും നല്ല കൂട്ടുകാരനാക്കാം. അതുകൊണ്ടാണ് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഭാരമെല്ലാം സർവശക്തിവാനെ കൊടുത്തിട്ട് ഉറങ്ങണം എന്ന് പറയണതിൻ്റെ കാരണം അതാ. രാവിലെ ഉണരുമ്പോൾ തന്നെ സർവശക്തിവാനെ കൂട്ടുകാരനാക്കി ക്ഷണിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന കർത്തവ്യത്തിലേക്ക് കൂടെ വെച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്ന ആളാണ്. ആളിനെ നമ്മൾ കൂടെ വെക്കുക എന്നുള്ളതാണ്. കൂട്ടുകാരനെ പോലെ ഉപയോഗിക്കുക. യൂസ് മീ എന്നാ പറയാ ഈശ്വരൻ. നിങ്ങൾ എന്നെ ഉപയോഗിക്കൂ, ഞാൻ സദാ തയ്യാറാണ്, നിങ്ങൾ എന്നെ ഉപയോഗിക്കൂ. നമ്മളെല്ലാവരും എന്താ വിചാരിക്കണേ? ഭഗവാനെ എങ്ങനെ ഉപയോഗിക്കുക? നമ്മൾ എപ്പോഴേ ഉപയോഗിക്കാറുള്ളൂ. എല്ലാ മനുഷ്യരുടെ അടുത്ത് ഓടി നടന്ന് നോക്കും. അവരിൽ നിന്നൊന്നും നമ്മുടെ കാര്യം നടക്കാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അവസാനം കഴിക്കാൻ, ഭഗവാനെ ഞാൻ നിനക്കിത് ചെയ്തു തരാം, നീ എൻ്റെ ഇന്ന കാര്യം നടത്തി തരൂ. അങ്ങനെ കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്ന, അഥവാ മനുഷ്യരിൽ നിന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിലാണ് കൂടുതലും നമ്മളെല്ലാവരും ഈശ്വരനെ ആശ്രയിക്കാറുള്ളത്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത, പരമാത്മാ നമുക്ക് മാതാപിതാവാണ്. അങ്ങനെയാണല്ലോ പാടാറുള്ളത്. തുമേവ മാതാശ്ച പിതാ തുമേവ എന്നാണ്, സർവബന്ധു എന്നാണ് പാടാറുള്ളത്. എൻ്റെ അർത്ഥം എന്താ? അച്ഛനുമാണ്, അമ്മയുമാണ്, സ്വാമിയാണ്, സദ്ഗുരുവാണ്, കൂട്ടുകാരനാണ്, പ്രേതമനാണ്, പ്രേതമ്മയാണ്, സർവസംബന്ധമുണ്ട്. അപ്പം സർവസംബന്ധമുണ്ട്, ഇത് ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ എഴുതപ്പെട്ടതൊക്കെ എഴുതപ്പെട്ടു അർത്ഥം എന്താണ്? എപ്പോഴോ ഒരിക്കൽ ആ സർവസംബന്ധങ്ങൾ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവയെല്ലാം പിന്നീട് കീർത്തനങ്ങളായിട്ട് എഴുതുകയും മഹിമകളായിട്ട് നമ്മൾ പാടി പുകഴ്ത്തുകയും ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ആ സർവസംബന്ധങ്ങളിലും സർവശക്തിവാനെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് രാത്രി നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെ എല്ലാ ചിന്തകളും എല്ലാ ഭാരങ്ങളും സർവശക്തിവാന് മുന്നിൽ സമർപ്പിക്കണം എന്ന് പറയുന്നത്. സമർപ്പിക്കാം, എന്നാലേ നമുക്ക് സ്വസ്ഥമായ മനസ്സോടെ ഉറങ്ങാൻ പറ്റൂ. ഇന്നെല്ലാവർക്കും ഉറങ്ങണേ ഉറക്ക ഗുളിക വേണം. ഉറങ്ങാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. അതാണ് വളരെ വൈകി കിടന്നാലും ചിലർക്ക് ഉറങ്ങാൻ പറ്റണില്ല. വളരെ വൈകിട്ടേ ഉറക്കം വരുന്നുള്ളൂ. കാരണം എന്താണ്? ചിന്തകളുടെ ഭാരം. അത്രയധികം ടെൻസ്ഡ് ആയിട്ടുള്ള വളരെ സംഘർഷഭരിതമായ ഒരു ജീവിതം, സങ്കീർണത നിറഞ്ഞ ജീവിതം, അതിൻ്റെ നടുവിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോണേ.
വാസ്തവത്തിൽ ഉറങ്ങാനും കഴിക്കാനും പറ്റിയാൽ അത് തന്നെ ഇക്കാലത്ത് വലിയൊരു അനുഗ്രഹം എന്ന് പറയാറുണ്ട്. കലഹക്ലേശത്തിന്റെ കാലഘട്ടം എന്നല്ലേ പറയണേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പൂർവികര് ഈ വ്രതങ്ങളും നിഷ്ഠകളും എല്ലാം, പ്രത്യേകിച്ച് ഈ മണ്ഡലകാലത്തെ അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ചര്യയ്ക്കൊപ്പം ചേർത്ത് വെച്ച് നമുക്ക് നൽകിയത് വളരെ ബുദ്ധിപരമായിട്ടാണ്. കാരണം അവർക്കറിയാമായിരുന്നു കലിയുഗത്തിന്റെ അവസാനമാകുമ്പോൾ, കാരണം കലിയുഗത്തിന്റെ അവസാനത്തെ ദൃശ്യങ്ങൾ എങ്ങനെയൊക്കെ ആകും മനുഷ്യ സ്വഭാവം, അത് മുൻപേ കൂട്ടി ശാസ്ത്രങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ത്രികാലദർശികളായിരുന്ന നമ്മുടെ പൂർവികര്, നമ്മുടെ ഋഷിമാര്, മുനിമാര്, അവരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ വീക്ഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കൽപ്പാന്ത കാലത്തിന്റെ ലക്ഷണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഈ സമയം നമ്മൾ എങ്ങനെ ജീവിക്കണം. ഈ കാലഘട്ടത്തിലാണ് ഈ വ്രതനിഷ്ഠയ്ക്ക് ഏറ്റവും കൂടുതൽ മുഖ്യത്വം ഉള്ളത്. അതുകൊണ്ട് ഭഗവാനെ കൂട്ടുകാരനാക്കി ഉപയോഗിക്കേണ്ട സമയം ഇതാണ്. ഈ സമയത്താണ് ഈ കൂട്ടുകെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്നത്. ബാക്കി ഏത് കൂട്ടുകെട്ടിനെ നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റുന്നു? സ്വന്തം മാതാപിതാക്കളെ മക്കൾക്ക് വിശ്വാസമില്ല, മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഹസ്ബൻഡിനെ വിശ്വാസമില്ല, കൂടെ ജോലി ചെയ്യുന്ന ബോസിന് താഴെയുള്ളവരെ വിശ്വാസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, പരസ്പരം വിശ്വാസമില്ലാത്ത ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ആദ്യം നമുക്ക് നമ്മുടെ മേലെ വിശ്വാസം, സർവശക്തിവാന്റെ മേലെ വിശ്വാസം. ആ സർവശക്തിവാന്റെ കൂട്ടുകെട്ട് ഉപയോഗിച്ച് ബാക്കി എല്ലാവരെയും പ്രതി നമുക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും, ആരെങ്ങനെയുള്ളവരാണെങ്കിലും അവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. കാരണം സർവശക്തിവാൻ കൂട്ടുകാരനായിട്ടുള്ളപ്പോൾ നമ്മുടെ മനസ്സിന് തെളിമയുണ്ടാവും. മനസ്സ് കണ്ണാടി പോലെ. അതുകൊണ്ടാണ് പറയണത്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ചങ്ങാതി, ഏത് ചങ്ങാതി? ഇന്ന് കണ്ണാടി പോലെ ക്ലീൻ ആയിട്ടുള്ള ഒരേ ഒരു ചങ്ങാതി ആ സർവശക്തിവാനാണ്. സർവശക്തിവാൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കണ്ണാടി പോലെയാകും. ആ കണ്ണാടി പോലെയുള്ള മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാവും, സ്പഷ്ടതയുണ്ടാവും. ആ സ്പഷ്ടതയുള്ള നമ്മുടെ ജീവിതത്തിൽ ശരി തെറ്റ്, നല്ലത് കെട്ടത്, ആരൊരാൾ, ഒരു വ്യക്തി തന്നെ നമ്മുടെ മുന്നിൽ വന്നാലും ആരെന്ത് മനോഭാവത്തോടു കൂടി വന്നിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വ്യവഹാരത്തെ ചിട്ടപ്പെടുത്താനും തീർച്ചയായിട്ടും കഴിയും. ബഹൻജി, ഇപ്പോൾ മാതാപിതാക്കൾ മക്കളോട് തന്നെയുള്ള ഒരു അവിശ്വാസതയെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്യാണ്ടായല്ലോ. ചില മാതാപിതാക്കൾ പറയാറുണ്ട്, ഇവൻ്റെ കൂട്ടുകെട്ട് മോശമാണ്, അതുകൊണ്ട് അവൻ ഇത്ര വഷളാവുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കൂട്ടുകെട്ട് എന്നുള്ളതിനൊക്കെ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കണം? നമ്മുടെ കൂട്ടുകെട്ട്, ഇപ്പം എനിക്ക് ഫ്രണ്ടാകുന്നത് തീർച്ചയായിട്ടും എനിക്ക് സമാന സംസ്കാരമുള്ളവരായിരിക്കും. എല്ലാവരോടൊപ്പം നമുക്ക് കൂട്ടുകൂടാൻ പറ്റില്ല. സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ നോക്കിക്കോളൂ, ഒരു ക്ലാസ്സിൽ നമ്മളോടൊപ്പം ഒരു 60 വിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. 60 പേരോടൊപ്പം നമ്മൾ കൂട്ടുകാരാകാറില്ലല്ലോ. അപ്പോൾ ആ 60 പേരിൽ ഫ്രണ്ട്ഷിപ്പ് 3 പേര് 4 പേര് അവരുടെ ജോഡികളെ നമുക്ക് കാണാൻ പറ്റും. അവർ തമ്മിൽ ആ 5 പേര് അല്ലെങ്കിൽ ആ 4 പേര് ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ ഒരു 4 പേര് ഫ്രണ്ട്സ് ആകുന്ന അർത്ഥം തന്നെ എന്താണ്? അവരിൽ സമാന സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ സമാനതയുള്ള സംസ്കാരങ്ങൾ ഓട്ടോമാറ്റിക്കലി, അല്ലാതെ ഇന്നാളെ കൂട്ടുകാരനാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയൊന്നും അല്ല നമ്മൾ ക്ലാസ്സിലേക്ക് പോണേ. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ അറിയാതെ അടുക്കും, അവർ നമ്മുടെ അടുത്ത് അറിയാതെ അടുക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഏകദേശം നമ്മുടെ വേവ് ലെങ്ത് ഒരേപോലെ ഉണ്ട്. അതുകൊണ്ടാണ് വേവ് ലെങ്ത് അർത്ഥം സമാനമായ ചില സംസ്കാരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരുമിച്ച് കൂടണു, അല്ലെങ്കിൽ സമാന സംസ്കാരമുള്ളവർ ചേർന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി, നമ്മൾ 4-5 പേരുണ്ട്. പക്ഷെ നമ്മൾ 4 പേരും ഒരേ മാനസികാവസ്ഥയുള്ളവരാ, ഒരേ ലെവലുള്ളവരാണെങ്കിൽ നമുക്കൊരു ഉന്നതി ഉണ്ടാകാൻ, അല്ലെങ്കിൽ എനിക്കൊരു അപകടം ഉണ്ടാകണോ, അല്ലെങ്കിൽ 4 ആളും കൂടെ ഒരു അപകടത്തിൽ ചെന്ന് ചാടുമ്പോൾ ഇത് അപകടമാണെന്ന് തിരിച്ചറിയാൻ ഇതിൽ ഒരാൾക്കെങ്കിലും കഴിയണമല്ലോ, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. തെറ്റിലേക്ക് പോകുമ്പോൾ ഇത് തെറ്റാണ് തിരുത്താൻ ഒരാൾക്കെങ്കിലും കഴിയണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകെട്ടില് നമ്മളെക്കാൾ ഉയർന്ന മാനസിക തലമുള്ള അവര് തീർച്ചയായിട്ടും വേണം. അവരോടൊപ്പം നമുക്ക് ബന്ധം ഉണ്ടാകണം. അപ്പം മാത്രമേ നമുക്ക് വിഘ്നങ്ങളും കഷ്ടങ്ങളും പ്രതിസന്ധികളും, അല്ലെങ്കിൽ നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ ആ തെറ്റിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനോ നമ്മളെ രക്ഷിക്കാനോ നമ്മളെ സഹായിക്കാനോ തീർച്ചയായിട്ടും അവർക്ക് കഴിയും. അതുകൊണ്ട് പറയാറുണ്ട്, ഉയർന്ന മൂല്യങ്ങളുള്ള അങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം നമുക്ക് തീർച്ചയായിട്ടും കൂട്ടുകെട്ടുണ്ടാകണം. ഈവൻ ട്രെയിനിങ് ടൈമിൽ ഞങ്ങൾ ബ്രഹ്മകുമാരി ജീവിതത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ആദ്യം ഒരു മാസക്കാലം ട്രെയിനിങ് പീരീഡ് ഉണ്ട് മൗണ്ട് അബൂല് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ
വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ്. അവിടെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ആ സമയത്ത് വിശ്വവിദ്യാലയത്തിൻ്റെ മുഖ്യ പ്രശാസിക ഡോക്ടർ ദാദി പ്രകാശ് മണിജി എപ്പോഴും പറയുമായിരുന്നു, ദാദിജി ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങളുടെ കൂട്ടുകെട്ട് എപ്പോഴും നിങ്ങളുടെ മുതിർന്നവരോടൊപ്പമായിരിക്കണം. നിങ്ങളുടെ മുതിർന്നവരോടൊപ്പം നിങ്ങൾ കൂട്ടുകൂടുമ്പം അതിൻ്റെ ഗുണം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കറക്ഷൻ തരാൻ, നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ സ്ഥിതി താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു വീഴ്ചയിലേക്ക് നമ്മൾ പോകുന്നു എന്ന് കണ്ടാൽ നമ്മളെ സംരക്ഷിക്കാൻ അവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഇന്നും ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഞാൻ ആ ലക്ഷ്യം വെച്ചിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സംബന്ധം, അതിൻ്റെ അർത്ഥം മറ്റാരോടൊപ്പം കൂട്ടുകെട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മളെക്കാളും മുതിർന്നവരുമായിട്ട് തീർച്ചയായിട്ടും, മുതിർന്നവരർത്ഥം നമ്മളെക്കാളും ഉയർന്ന തലം, എല്ലാ അർത്ഥത്തിലും ആ ഉയർന്ന മൂല്യവത്തായിട്ടുള്ള, ഉയർന്ന മാനസികാവസ്ഥയുള്ള, ഉയർന്ന പരിപക്വതയുള്ളവരുമായിട്ടുള്ള കമ്പനി, കൂട്ടുകെട്ട് തീർച്ചയായിട്ടും നമുക്ക് വേണം. ആ കൂട്ടുകെട്ട് പലപ്പോഴും നമുക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. പ്രാക്ടിക്കലി എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ മുതിർന്നവരോടുള്ള അടുപ്പം കാരണം നമുക്ക് ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങളുണ്ടാവും. ആ ഉയർന്ന തലങ്ങളിൽ നിന്ന് നമുക്ക് പലപ്പോഴും ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ജീവിതത്തിൽ വളരെ വലിയ ഒരു രക്ഷകനെ പോലെ, ഈശ്വരൻ നമ്മളെ രക്ഷിക്കണം എന്ന് പറഞ്ഞാലും ഏതെങ്കിലും മാനവ കൈകളിലൂടെ നമുക്ക് രക്ഷയുണ്ടാവുള്ളൂ. അഥവാ നമുക്ക് നമ്മുടെ മനസ്സ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും ആരുടെയെങ്കിലും വയൽ കൂടിയേ നമ്മൾ എന്തെങ്കിലും നമുക്ക് സന്ദേശം തരാൻ പറ്റുള്ളൂ, നമുക്ക് ഊർജം പകരുന്ന വാക്കുകൾ തരാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് നമുക്ക് ഈ ഉയർന്ന പരിപക്വതയുള്ളവരുടെ കൂട്ടുകെട്ട് നമുക്ക് ജീവിതത്തിൽ നൽകുന്ന ലാഭം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മൾ കൂട്ടുകാരിൽ കുറച്ച് പേര് സ്വഭാവം നന്നല്ല, പക്ഷേ കൂട്ടുകാരാണ്. അപ്പോൾ പെട്ടെന്ന് ആ ബന്ധത്തെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, കൂട്ടുകെട്ടിനെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, നമ്മുടെ കൂട്ടുകാരാണ്, കൂട്ടുകാരെ വലിച്ചെറിയുക എന്നുള്ളതല്ല. പക്ഷേ കൂട്ടുകെട്ടിൻ്റെ പ്രഭാവം മോശമാണെങ്കിൽ, കുസംഗമാണെങ്കിൽ, അഥവാ എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ മോശമാണ്, തെറ്റിലേക്ക് പോകുന്നു, എന്നെയും തെറ്റിലേക്ക് വലിച്ചഴയ്ക്കുന്നു എന്ന് മനസ്സിലാകുന്നുവെങ്കിൽ ഒന്നുകിൽ ഞാൻ ആ തെറ്റ് ചെയ്യാതിരിക്കുക. അത്രയും വിൽ പവർ എന്നിൽ ഉണ്ടെങ്കിൽ എനിക്ക് ആ കൂട്ടുകാരോടൊപ്പമുള്ള കൂട്ടുകെട്ട് നിലനിർത്താം. കൂട്ടുകാരോടൊപ്പം ഞാനുണ്ട്, പക്ഷെ കൂട്ടുകാർ ചെയ്യുന്ന തെറ്റുകളോടൊപ്പം ഞാനില്ല, ആ തെറ്റിലേക്ക് ഞാൻ ഇറങ്ങണില്ല എങ്കിൽ, അത്രയും വിൽ പവർ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് അവരോടൊപ്പം കൂട്ടുകെട്ട് നിലനിർത്താം. അതുകൊണ്ട് അവർക്കൊരു പക്ഷെ ഗുണമുണ്ടാവും. കാരണം തെറ്റിലേക്ക് ഞങ്ങൾ എല്ലാവരും പോകുമ്പോഴും ഈ ഒരാൾ തെറ്റിലേക്ക് താഴെ വീഴുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ആ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ നമ്മുടെ വിൽ പവർ കണ്ടിട്ട് ഒരുപക്ഷെ തെറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ ശ്രേഷ്ഠ ജീവിതത്തിൽ നിന്ന് അവർക്ക് പ്രേരണ ഉൾക്കൊണ്ട് നാളെ ഒരു കൂട്ടുകാരനും കൂടെ രക്ഷപ്പെടും, അടുത്ത ദിവസം അടുത്തൊരു കൂട്ടുകാരനും കൂടെ തിരുത്തണം എന്നുള്ള തോന്നൽ വരും. അപ്പം ഈ രീതിയിൽ നമുക്ക് കൂട്ടുകെട്ടിനെ വേണിച്ചാൽ നിലനിർത്താം. ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കണം എന്നില്ല, പക്ഷെ കൂട്ടുകാർ ചെയ്യുന്ന തിന്മകളെ തീർച്ചയായിട്ടും നമ്മൾ ഉപേക്ഷിക്കാൻ കരുത്തുള്ളവരായിരിക്കണം. അത്രയും കരുത്ത് എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ സ്വയം പരിശോധിക്കണം. അതല്ല, എൻ്റെ ഉള്ളിൽ വിൽ പവർ ഇല്ല, എനിക്ക് മനക്കരുത്തില്ല, കൂട്ടുകാർ തെറ്റിലേക്ക് പ്രേരിപ്പിക്കണേ ഞാൻ വീണു പോകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൂട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമ്മുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും ഉത്തമം. അത് ശരി. അപ്പോൾ ഈ കൂട്ടുകെട്ടൊന്നും വേണ്ട, മിണ്ടാതെ ടി വിയുടെ മുമ്പത്തിരുന്നിട്ട് നമുക്ക് അങ്ങനെ സമയം കളയാം, ഒരു കൂട്ടുകെട്ടും വേണ്ട എന്ന് ഉള്ളൊരു ചിന്താഗതി, അത് ശരിയാണോ? നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ, നമ്മൾ മനുഷ്യനാണ്, സമൂഹ ജീവിയാണ്. നമുക്ക് ആരോടും ബന്ധമില്ലാതെ ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. ഈവൻ നമ്മുടെ വീട്ടിൽ നോക്കൂ, രാവിലെ പേപ്പർ കൊണ്ടുതരാൻ, പാല് കൊണ്ടുതരാൻ, നമ്മൾ വാങ്ങണ പച്ചക്കറി അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങൾ, ഇവയെല്ലാം എങ്ങനെ നമ്മുടെ വീട്ടിലെത്തുക? നമ്മൾ പറയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നു, അനേകരുടെ കൈകളിലൂടെ കടന്നു വരണേ. അപ്പം നമുക്ക് ജീവിതത്തിൽ അനേകരോടൊപ്പം ഇടപഴകുക തന്നെ വേണം. നമ്മളൊരു ജോലി സ്ഥലത്ത് പോകുന്നു, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ? അതൊന്നും വേണ്ട, നമ്മുടെ കുടുംബം വീട്ടിൽ തന്നെ നോക്കൂ. അപ്പം എല്ലാവരുടെയും നടുവിൽ നമുക്ക് ജീവിക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, എല്ലാവരുടെയും നടുവിൽ ജീവിക്കുമ്പോഴും നമുക്ക് എല്ലാവരോടും ഇടയിൽ പ്രിയപ്പെട്ടവരായിട്ടിരിക്കാൻ പറ്റണം, പക്ഷെ എല്ലാവരിൽ നിന്നും വേറിട്ടിരിക്കാൻ കഴിയണം. ഇനി പറയാണ്,
സ്വാമി പറഞ്ഞതുപോലെ എനിക്ക് ശരിയെന്ന് കൂട്ടുകെട്ടൊക്കെ ദോഷം ചെയ്യുന്നല്ലേ, എന്നാൽ ഇവരോടൊപ്പം ഒന്ന് കൂട്ടുകൂടണ്ട, ടി വിയോടൊപ്പം കൂട്ടുകൂടാം. പക്ഷേ 1, 2, 3, 4 കൂട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ടി വിയുടെ മുന്നിലിരിക്കുമ്പോൾ ടി വിയിലൂടെ ഞാൻ എത്ര കൂട്ടുകാരോടൊപ്പമാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, എന്ത് പ്രോഗ്രാംസ് നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കണു രാവിലെ മുതൽ, എത്ര വ്യക്തികളുടെ, എത്ര സംഭവങ്ങളുടെ, എത്ര കാര്യങ്ങളുടെ പ്രഭാവം എൻ്റെ മേലെ ഉണ്ടാകുന്നുണ്ട്. ടി വിയിൽ ഞാൻ എന്ത് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ വ്യക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ടി വിയുടെ മുന്നിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവിടെയും ഞാനാണ് മുഖ്യ ഘടകം. ഞാനതിൽ എന്ത് പ്രോഗ്രാം ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചോയ്സ് എൻ്റെയാണ്. എനിക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതായത് ഒന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പകരം വേറൊന്നിൽ കുടുങ്ങുന്നത് മാത്രമല്ല, മറ്റേ 1, 2 കൂട്ടുകാരുടെ കൂട്ടുകെട്ടാണ്. പക്ഷെ ഈ ടി വിയുടെ മുന്നിൽ 1 മണിക്കൂർ സമയം ഇരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ നല്ലതുമായിട്ടും നമുക്ക് ബന്ധപ്പെടാം, എല്ലാം വേണ്ടാത്തത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അവിടെയും എൻ്റെ വിൽ പവർ, എൻ്റെ വിവേകശക്തി, എൻ്റെ വിവേചന ശക്തി, എൻ്റെ തീരുമാനത്തിനാണ് ഏറ്റവും മുഖ്യത്വം. ശരി, അപ്പോൾ ഇതും വേണ്ട, കൂട്ടുകാരും വേണം. പക്ഷേ ഇപ്പോൾ പുതിയ ഈ ആധുനിക ലോകത്തിൽ വേറെ ചില ഇതൊക്കെയുണ്ട്. ഇന്റർനെറ്റിലൂടെ ചാറ്റിംഗ് ഫ്രണ്ട്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ അങ്ങനെ കുറെ കൂട്ടുകാരെ സമ്പാദിക്കുകയാണെങ്കിലോ? ചാറ്റിംഗ് എന്തുകൊണ്ട് വീട്ടിൽ കൂടെയുള്ളവരോട് ഇപ്പം ചെയ്തുകൂടാ? സുന്ദരമായിട്ട് ചെറിയ കുട്ടികളാണെങ്കിൽ ആ സമയത്ത് എന്തുകൊണ്ട് പുറത്തിറങ്ങി മൈതാനത്ത് പോയി പന്ത് കളിച്ചൂടാ? ശരീരത്തിന് എത്ര ഊർജം കിട്ടും? 4-5 കുട്ടികളുടെ ഇടയിൽ കളിക്കുമ്പോൾ മാനസിക നിലവാരത്തിന് എത്ര വളർച്ചയുണ്ടാകും? ഈ ഇന്റർനെറ്റിന്റെ മുന്നിൽ, മൊബൈൽ ഫോണിന്റെ മുന്നിൽ, ഈ ഗെയിംസിന്റെ മുന്നിലും അല്ലെങ്കിൽ ചാറ്റിങ്ങിലൂടെയും നമുക്ക് ഏത് തലത്തിന് വികാസം ഉണ്ടാകണേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ലാഭമുള്ള ബിസിനസ് ആണെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ ഇതിലൂടെ എന്തെങ്കിലും ലാഭം നമുക്കുണ്ടോ? ഒന്ന്, സ്വന്തം മാതാപിതാക്കളോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെ ഹസ്ബൻഡിന് വൈഫിനോട് സംസാരിക്കാൻ സമയമില്ല, വൈഫിന് ഹസ്ബൻഡിനോട് സംസാരിക്കാൻ സമയമില്ല, നമുക്ക് ചാറ്റിങ്ങിന് സമയമുണ്ട്. അപ്പൊ കൂടെ വ്യക്തികൾ ചൈതന്യത്തിൽ ജീവിക്കണു. ചൈതന്യത്തിനോടല്ലേ ഇടപെടേണ്ടത്. ഇന്റർനെറ്റ് വഴി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന സാധനം എന്താണ്? അത് ഇന്റർനെറ്റ് ആകട്ടെ, മൊബൈൽ ഫോൺ ആകട്ടെ, ആ വസ്തു ഒരു ജഡവസ്തുവാണ്. ആ ജഡവസ്തുവിൽ നമുക്ക് സമയമുണ്ട് ചെലവാക്കാൻ. നമ്മുടെ വീട്ടിലെ കൂടെയുള്ളവരോട് നമുക്ക് സംസാരിക്കാൻ സമയമില്ല. മനസ്സുകൾക്കുള്ളിൽ ഇത്രയും മതിലുകൾ കെട്ടിവെച്ചിട്ട് നമ്മൾ ഈ ഇന്റർനെറ്റ് വഴി കിട്ടുന്ന ലോകത്തിലുള്ള ഇത്രയും പേരുമായിട്ട് യാതൊരു പരിചയവും മുൻപരിചയം ഇല്ലാത്ത വ്യക്തികളുമായിട്ട് നമ്മൾ അടുക്കുന്നതാണോ നല്ലത്? അതോ അടുക്കുന്നത് മാത്രമാണോ? യാതൊന്നും അറിയില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട്. ആരോടാ ഞാൻ സംസാരിക്കണം? സ്ത്രീക്ക് പുരുഷനാണെന്ന് പറഞ്ഞ് നമ്മളോട് സംസാരിക്കാം, പുരുഷന് സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കാം. ആർക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം. അതാണല്ലോ ഇന്നത്തെ ടെക്നോളജിയുടെ ഒരു സൈഡ്. സയൻസും ടെക്നോളജിയും മോശമാണെന്നല്ല, തീർച്ചയായിട്ടും നമുക്ക് വേണം. കാരണം ശാസ്ത്ര പുരോഗതിയുടെ ധാരാളം ബെനിഫിറ്റ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. വേണം, ഇന്റർനെറ്റും വേണം, ടി വിയും വേണം, മൊബൈൽ ഫോണും വേണം. സദുപയോഗം ചെയ്യണം. സ്വയത്തിനും മറ്റുള്ളവർക്കും ഗുണകരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഈ പ്രോഗ്രാം തന്നെ എല്ലാവരും എങ്ങനെ കാണണേ? ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നെറ്റ് വഴി കാണുന്നവരും ഉണ്ടാവും. അപ്പം അതിൻ്റെ അർത്ഥം ഇന്റർനെറ്റും ടി വിയും ഒന്നും അല്ല കുഴപ്പം. കുഴപ്പം ആരുടെ പക്കല? എൻ്റെ കയ്യില. ഉപയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ കൈകളിലിരിക്കുകയാണ്, നമ്മുടെ തീരുമാനത്തിലിരിക്കുകയാണ്. നമ്മളതിനെ ഉപയോഗിക്കണോ, സദുപയോഗം ചെയ്യണമോ, ദുരുപയോഗം ചെയ്യണമോ? ഇതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള വസ്തുത എന്ന് പറയണേ. അത് മാത്രമോ, നമ്മൾ നോക്കൂ, ഇന്ന് സ്വന്തം വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നില്ല, ഹൃദയം തുറന്ന് ഇടപഴകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രോബ്ലംസാ. വീട്ടിലുള്ളവർ തമ്മിൽ ശരിക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. തൊട്ടടുത്ത വീട്ടുകളിലുള്ളവരോട് നമ്മൾ സംസാരിക്കണില്ല. നമ്മുടെ അയൽവാസി ആരാണെന്ന് ആർക്കാ അറിയണേ? വലിയ വലിയ മതിലുകൾ വീടിന് ചുറ്റും നമ്മൾ കെട്ടിവെക്കണ്. നമ്മൾ ചിലപ്പോൾ അയൽക്കാരോടും അല്ല നമ്മുടെ കുടുംബത്തിലുള്ള മെമ്പേഴ്സിനോട് കൂടി തന്നെ സംസാരിക്കുന്ന സമയത്തോൾ നമ്മുടെ വായിൽ നിന്ന് ചില അബദ്ധവാക്കുകൾ വരാറുണ്ട്. ചില സമയത്ത് നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലും ഭേദം മിണ്ടാതിരിക്കുകയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ മിണ്ടാനേ പോവുകയില്ല. അങ്ങനെയുള്ളൊരു പരിതസ്ഥിതിയിൽ സംഭാഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സംഭാഷണ ശുദ്ധിയുടെ കാര്യത്തിൽ പറയുന്ന സ്ലോഗൻ കുറച്ച് സംസാരിക്കുക, മധുരമായി സംസാരിക്കുക, മൃദുവായി സംസാരിക്കുക എന്നാണ്. അപ്പോൾ വാക്ശുദ്ധിയുടെ കാര്യത്തിൽ ബന്ധങ്ങളെ സുദൃഢമാക്കി നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകളുടെ മേലെ എൻ്റെ ഭാഷയുടെ മേലെ
എൻ്റെ ഭാവത്തിൻ്റെ മേലെ എത്ര ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരായി മാറേണ്ടിയിരിക്കുന്നു. വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ ബഹൻജി, അടുത്ത അധ്യായത്തിൽ ഇത് തുടരാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ സംശയങ്ങളെ ദൂരീകരിച്ചതിന് വളരെ നന്ദി. ഓം ശാന്തി. സംസാരശുദ്ധി എന്നതിനെക്കുറിച്ചാവാം നമ്മളുടെ അടുത്ത അധ്യായത്തിലെ ചർച്ചാ വിഷയം. കുറച്ച് സംസാരിക്കുക, മധുരമായി സംസാരിക്കുക, മൃദുവായി സംസാരിക്കുക എന്ന വിഷയത്തെപ്പറ്റി നാം അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കുളിരുന്ന പുലരികളിൽ ഉണരുന്ന ഭക്തന്റെ സിരകളിൽ ഒഴുകുന്ന വ്രതപുണ്യമാ. ഓരോ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരുളുകയാ. തത്വമസി തത്വമസി